ഇനിതാ തുച്ഛമായ രാവും പകലേ ഉള്ളൂ. റമളാൻ ഇങ്ങെത്തി. റമളാന് മുമ്പ് നമ്മൾ ചെയ്തു തീർക്കേണ്ട രണ്ടാമത്തെ കാര്യം ഏതാണ്? അൽ ഇസ്ലാം. നല്ല അനുസരണയുള്ളവരാകണം. അല്ലാഹ് എന്താ പറഞ്ഞേ? റമളാന് മുമ്പ് നീ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? നിന്റെ റസൂൽ എന്താ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? നിന്റെ പള്ളിയിലെ ഉസ്താദ് എന്താ പറഞ്ഞേ? പള്ളിയിലെ ഉസ്താദിനെ കൊച്ചായി കാണരുത്, ഉസ്താദന്മാരെ കൊച്ചായി കാണരുത്. കാരണം എന്താ? അവര് മതപ്രബോധകന്മാരാണ്. 10 വർഷം ഇങ്ങനെ ചൊറിഞ്ഞും മാന്തിയും ഉമ്മയെയും ഉപ്പയെയും കൂടപ്പിറപ്പുകളെയും കൂട്ടുകാരെയും നാട്ടുകാരെയും വീട്ടുകാരെയും കാണാതെ അടച്ചിട്ട റൂമിൽ പഠിപ്പിച്ച് 8 വർഷക്കാലം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവസാനം നിങ്ങൾ പക്വത വന്നു മെച്യൂരിറ്റി എത്തി എന്ന് പറഞ്ഞിട്ട് കോളേജിലേക്ക് പറഞ്ഞു വിട്ട്, ഞാൻ പഠിച്ചത് മുഴുവനും നിങ്ങൾ അവിടെ ചെന്നിട്ട് ഉസ്താദുമാരോട് പറഞ്ഞു കേൾപ്പിക്കേ, അവര് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരട്ടെ എന്ന് പറഞ്ഞ് ഒന്നിലധികം ഉസ്താദുമാരുള്ള സർവകലാശാലകളിൽ പറഞ്ഞു വിട്ട്, നീ ദീനീ പ്രബോധനത്തിന് പ്രാപ്തനാണ് മോനെ എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത് സനത് കൊടുത്തിട്ട് ദീനീ പ്രബോധന മേഖലയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു മതപണ്ഡിതൻ അയാളെ മസ്ജിദിലെ ഇമാമാക്കി വെക്കുമ്പോൾ ആ പാവപ്പെട്ട ആലിമു പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ കേൾക്കണം. കാരണം എന്താ? നിങ്ങൾ അള്ളാഹുവിനെ വഴിപ്പെട്ടാ പോരാ, അനുസരിച്ചാ പോരാ, റസൂലിനെയും അനുസരിക്കണം. ഇന്നൊരു സമൂഹം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തലപൊക്കുന്നുണ്ട്. അള്ളാഹ് എന്തു പറഞ്ഞു അത് മതി, റസൂൽ അത് വിട്ടേക്ക്, അത് മക്കയിലെ ഒരു മുഹമ്മദ് അല്ലേ. യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല അവരോട്, യാതൊരു പ്രതിബദ്ധതയുമില്ല അവരോട്, യാതൊരു നിലയിലുള്ള ഒരു രാജിയുമില്ല അവരോട്. അള്ളാഹുവിന്റെ ഹബീബില്ലാതെ അല്ലാഹ് ഇല്ല പ്രിയപ്പെട്ടവരെ. ആ റസൂലിനെയും മാത്രം വഴിപ്പെട്ടാ പോരാ. വഉലിൽ അംരി മിൻകും, നിങ്ങളിലുള്ള കാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണം. നിങ്ങളുടെ പള്ളിയിലെ ഇമാമിനെ നിങ്ങൾ അനുസരിക്കണം. ഒരു സംശയം അക്കാര്യത്തിലില്ല, ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിലില്ല. ഇമാം അദ്ദേഹത്തിന്റെ ഇമാം ആവണം, അത് മറ്റൊരു വിഷയം. കാശുകാരന്റെ കീശയിൽ കണ്ണും നട്ടിട്ട് ആ ആദർശത്തെ വെള്ളം ചേർക്കാൻ ഒരു ഇമാമിന് കഴിയരുത്, അത് വേറൊരു വിഷയം. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ അനുസരണയുള്ളവരാകണം. നിങ്ങളോട് എന്താ അള്ളാഹു അതനുസരിക്കണം. ആ അനുസരണയുള്ളവരായി ഈ റമളാന് മുമ്പ് നമുക്ക് മാറാൻ കഴിയണം. ഞാൻ